നമസ്കാരം. ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ജയന്തി ദിനത്തോടനുബന്ധിച്ച് SNDP താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ വർണ്ണാഭമായ ഘോഷയാത്ര സംഘടിപ്പിച്ചു. SNDP ഹാളിൽ നടന്ന പൊതുസമ്മേളനം ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു. MP NK പ്രേമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ജന്മവാർഷികം കടയ്ക്കൽ SNDP താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രൗഢഗംഭീരമായ ഘോഷയാത്രയോടുകൂടി നടന്നു. കടയ്ക്കൽ യൂണിയനിലെ 42ഓളം ശാഖകളിൽ നിന്ന് 3000ഓളം ശ്രീനാരായണീയർ ഘോഷയാത്രയിൽ അണിചേർന്നു. പീതവർണ്ണ കൊടികളാൽ അലങ്കൃതമായ ഘോഷയാത്ര കടയ്ക്കലിനെ മഞ്ഞപ്പട്ടണിയിച്ചു. ആറ്റുപുറം ഗുരുമന്ദിരത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര മാർക്കറ്റ് ജംഗ്ഷൻ വഴി കടയ്ക്കൽ ടൗണിൽ എത്തിച്ചേർന്നു. തുടർന്ന് SNDP ഹാളിൽ പൊതുസമ്മേളനം നടന്നു. പരിപാടികളുടെ ഉദ്ഘാടനം ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. കൊല്ലത്തിന്റെ MP NK പ്രേമചന്ദ്രൻ ഘോഷയാത്രയ്ക്കൊപ്പം അണിചേർന്നു. തുടർന്ന് മുഖ്യപ്രഭാഷണം നടത്തി. കടയ്ക്കൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് D ചന്ദ്രബോസ്, താലൂക്ക് യൂണിയൻ സെക്രട്ടറി പ്രേംരാജ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കടയ്ക്കൽ യൂണിയൻ സെക്രട്ടറി രാജൻ കൃതജ്ഞത രേഖപ്പെടുത്തി. വീട്ടിൽ കൃഷ്ണൻകുട്ടി വൈദ്യരുടെ സഹോദരിയായ കുട്ടിയമ്മയുടെയും മാടനാശാന്റെയും ഇളയ സന്തതിയാണ് ഗുരുവിൻ്റെ ജനനം. കേരളീയ ജനസമുദായത്തെ ആകെ മാറ്റിമറിക്കുകയും അവർണരുടെ ആത്മീയ ആചാര്യനായി പിന്നീട് ലോകത്തിൻ്റെ മുഴുവൻ ആരാധനാ പാത്രമാവുകയും പരിണമിക്കുകയും ചെയ്ത ശ്രീനാരായണ ഗുരുസ്വാമി എന്ന യുഗപുരുഷൻ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു മാർഗരേഖയാണ്. മഹോത്സവം അല്ലെങ്കിൽ ജയന്തി ആഘോഷം നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. 30 വർഷം കൂടി കഴിയുമ്പോൾ 2 നൂറ്റാണ്ട് പിന്നിടും. ചിരപരിചിതമായി നമ്മുടെ മനസ്സുകളിൽ, നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനും അപ്പുറത്തൊരു വിശേഷണം ഗുരുദേവന് വേണ്ട എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനിന്ന് രാവിലെ 9 മണിക്ക് ആരംഭിച്ചതുകൊണ്ട് 5 സമ്മേളനങ്ങളിൽ പങ്കെടുത്തു. ഓരോ സമ്മേളനത്തിലും സംസാരിക്കുമ്പോൾ പല ഘട്ടങ്ങളിൽ വായിച്ചിട്ടുള്ളതും കേട്ടറിഞ്ഞിട്ടുള്ളതുമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കൂടുതൽ ഉത്സാഹത്തോടും ആവേശത്തോടും പുതിയ കാര്യങ്ങൾ മനസ്സിലേക്ക് ഓടി വരികയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് വിലയിരുത്താൻ, അദ്ദേഹത്തിൻ്റെ ശ്ലോകങ്ങൾ, അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ വിലയിരുത്തി സംസാരിക്കാൻ. ഇവിടെ ശ്രീമതി മാധുരി ഗുരുസ്മരണയിലൂടെ അവതരിപ്പിച്ച ദൈവദശകം അല്ലെങ്കിൽ ആത്മോപദേശ ശതകം, വിവിധ ശ്ലോകങ്ങളടങ്ങിയ 100 ശ്ലോകങ്ങളടങ്ങിയ ആത്മോപദേശ ശതകവും ദൈവദശകവും 10 ശ്ലോകങ്ങളടങ്ങിയ ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഈ 2 മൂല്യവത്തായ കൃതികൾ തന്നെ പഠിച്ച് വ്യാഖ്യാനിച്ചാൽ, ഗവേഷണ കൗതുകത്തോടുകൂടി വിലയിരുത്തിയാൽ, അത് വിലയിരുത്താൻ, വ്യാഖ്യാനിക്കാൻ മണിക്കൂറുകളുണ്ട്. വിശേഷാൽ പൊതുയോഗം കഴിഞ്ഞ് ശാഖയെ 4 മേഖലകളായി തിരിച്ച് കുടുംബയോഗങ്ങൾ കൂടാൻ പറഞ്ഞു. വലിയ തോതിൽ കുടുംബയോഗങ്ങൾ കൂടി. ശ്രീനാരായണ ഗുരുദേവന്റെ ഫോട്ടോയും ചന്ദനത്തിരിയും വിളക്കും കത്തിച്ച് വെച്ച് നമ്മൾ പ്രാർത്ഥനയോടെ കുടുംബയോഗങ്ങൾ കൂടി പറഞ്ഞു. ഈ പ്രാവശ്യത്തെ ചതയദിന ഘോഷയാത്രയിൽ നിങ്ങൾ ആളുകളെ പങ്കെടുപ്പിക്കണം എന്ന് പറഞ്ഞു. അതിൻ്റെ റിസൾട്ടാണ് ഇന്ന് നമ്മൾ കണ്ടത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇത്രയും ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി, ഒരു ജയന്തി ഘോഷയാത്ര നമ്മൾ നടത്തിയിട്ടില്ല കടക്കിൽ. യാത്രയിൽ തീർച്ചയായിട്ടും പങ്കെടുത്തപ്പോൾ ഈ പ്രവർത്തനങ്ങളിൽ, ഈ ആഘോഷത്തിൻ്റെ വൻ വിജയത്തിന് വേണ്ടി നമ്മൾ കഴിഞ്ഞ 1 മാസമായി നടത്തിയ കൂട്ടായ പ്രവർത്തനം
അതുതന്നെയാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. കൂട്ടായ പ്രവർത്തനത്തിൻ്റെ നമ്മുടെ പ്രസ്ഥാനത്തോട് നമ്മൾ കാണിച്ച കൂറിൻ്റെ, ഭഗവാനോട് നമ്മൾ കാണിച്ച ഭക്തിയുടെ ഒരു റിസൾട്ടാണ്, ഒരു ഫലമാണ് നമുക്കിന്നിവിടെ ലഭ്യമായത്.